ഹായ് കൂട്ടുകാരെ, വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ സങ്കടത്തെ പരിഹസിക്കാനായി അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, രാജേശ്വരിക്കൊപ്പം നിന്ന് നിങ്ങളെ പരിഹസിക്കുമ്പോഴും നിങ്ങൾക്കൊരിക്കലും സങ്കടം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്റെ വെല്ലുവിളിയും പോരുമൊക്കെ നന്നായി ജീവിക്കാനുള്ള നിങ്ങളുടെ വാശി കൂട്ടുമെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. എന്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു എന്നർത്ഥം. പക്ഷേ കാര്യങ്ങൾ തകിടം മറിഞ്ഞു പോയി. മൂത്ത മോളുടെ കല്യാണം മുടങ്ങി. അത് മുടങ്ങിയെന്ന് മാത്രമല്ല, രണ്ടാമത്തെ മോളുടെ ഭാവദൂഷ്യം നാട്ടിൽ മുഴുവൻ പാട്ടാവുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ ആളെവിടാന്ന് പോലും ഒരു നിശ്ചയവും ഇല്ല. കുളത്തിലോ കായലിലോ ചാടി ജീവൻ എടുക്കുകയാണെങ്കിൽ എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ അച്ഛാന്ന് വിളിക്കുകയാണ് ശ്യാമ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അല്ല, ഞാനൊരു വിദൂര സാധ്യത പറഞ്ഞെന്നേ ഉള്ളൂ. കേടുകൊണ്ട് അങ്ങനെയും ചെയ്യാറുണ്ടല്ലോ ചില പെൺകുട്ടികൾ. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ലായിരുന്നു ഈ വീട്ടിൽ. ഞാൻ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് നാട് വിട്ട് പോകാൻ. അതിനു തക്ക പ്രതിഫലവും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഒരു വാശി പോലെ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങുകയായിരുന്നു ശാരദ. എന്നിട്ടിപ്പോൾ എന്തായി? മൊത്തം ദുരന്തത്തോട് ദുരന്തം, അത്ര തന്നെ. ശബ്ദം താഴ്ത്തി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ ശാരദയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. വിട്ട് പോകുന്നതാണ് നല്ലതെന്ന്. സംശയിക്കരുത്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യം എനിക്കില്ലായിരുന്നുവെങ്കിൽ ആ 30 പവന്റെ സ്വർണം നിന്റെ നിശ്ചയത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന് തരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളെ അച്ഛന്റെ ആത്മാർത്ഥത ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് നിങ്ങളുടെ സൈഡാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ രാജേശ്വരി ഇവിടെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ സ്വർണവും ഞാൻ തിരികെ കൊണ്ടുവന്ന് തരാം. വാങ്ങിച്ച് ഈ നശിച്ച നാട് വിട്ട് അമ്മയെയും കൊണ്ട് മക്കൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. അല്ല, ശാലിനി എവിടെയാണെന്നൊക്കെ നമുക്ക് സാവകാശം കണ്ടുപിടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം എന്തു പറയുന്നു എന്റെ പൊന്നുമക്കളെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ പുറത്തേക്ക് വന്ന ശാരദാമ്മ പറയുകയാണ്, പറച്ചിലല്ല, ഇനി പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അല്ല, ചൂലുകൊണ്ടുള്ള പ്രവൃത്തികൾ എന്ന് പറഞ്ഞ് ചൂലെടുത്ത് ഗോപാലകൃഷ്ണന് നേരെ കാണിക്കുകയാണ് ശാരദാമ്മ. ചൂലുമായി പുറത്തേക്ക് വന്ന ശാരദാമ്മ പറയുകയാണ്, ഇറങ്ങടോ, ഇറങ്ങിപ്പോകെ എന്റെ വീട്ടിൽ നിന്നും. ശാരദേ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നതെന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, മിണ്ടിപ്പോകരുത് നിങ്ങൾ. ഈ താലിക്ക് ഞാനൊരു വില തരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ ഞാനതങ്ങ് മറക്കുകയാണ്. ഞാൻ ഇനിയൊരു അക്ഷരം മിണ്ടിയാൽ ഈ ചൂലുകൊണ്ട് തന്റെ മുഖത്തടിക്കും ഞാൻ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശാരദേ, ഞാൻ ആരാണെന്ന് നീ മറക്കരുത്. ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, താൻ ആരായാലും എനിക്കൊരു ചുക്കും ഇല്ലടോ. പുറത്തുനിന്ന ഗോപാലകൃഷ്ണൻ. ബാലചന്ദ്രൻ ഇതൊക്കെ കണ്ട് പറയുകയാണ്, അളിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ശാരദാമ്മ പറയുകയാണ്, സർവ്വതും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ഞാനിവിടെ. ഇത്രയും കാലം നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങൾ പലതും ഞാൻ കണ്ടില്ലെന്ന് വെച്ചു. പക്ഷേ സ്വന്തം മക്കളെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു ത്യാഗത്തിനും തയ്യാറല്ല ഈ ശാരദ. ലോകത്തെ സകല പൊന്നും പണ്ടവും ഈ കാൽക്കൽ കൊണ്ടുവച്ചാലും ശാരദയും മക്കളും ഇവിടെ ജീവിക്കും, ഇവിടെ തന്നെ. ശാരദയെന്ന് വീണ്ടും ഗോപാലകൃഷ്ണൻ വിളിക്കുമ്പോൾ വീണ്ടും ചൂലുകാട്ടി ശാരദാമ്മ പറയുകയാണ്, ഇറങ്ങിപ്പോടോ ഇവിടെന്ന്. കാറിന്റെ അടുത്തേക്ക് വന്ന് ബാലചന്ദ്രനോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ബാല, വിട്ടോടാ, സംഗതി അത്ര പന്തിയല്ല. മുറ്റത്ത് കിടന്ന പാമ്പിനെ എടുത്ത് തോളെ ചുറ്റിയതുപോലെ നീ പെട്ടെന്ന് വണ്ടി എടുക്ക്. ഉള്ള കയറ് പൊട്ടിച്ച മട്ടാണ്. ശാരദാമ്മയുടെ ദേഷ്യത്തോടു കൂടിയുള്ള ആ നിൽപ്പ് കണ്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് ഗോപാലകൃഷ്ണനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. ഗോപാലകൃഷ്ണൻ പോയ ശേഷം ചൂല് മുറ്റത്തേക്ക് എറിഞ്ഞ് തളർന്നിരുന്ന് ശാരദാമ്മ പറയുകയാണ്, ശവന്തീനിയാണ് ആ മനുഷ്യൻ. നമ്മളിവിടെ തളർന്നു കിടക്കുമ്പോഴും മാംസം തിന്നാൻ വരുന്ന ശവന്തീനി മനുഷ്യൻ. ഈശ്വര, ഇങ്ങനെ ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിച്ചതെന്നോർക്കുമ്പോൾ സഹിക്കുന്നില്ല എനിക്ക് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ് ശാരദാമ്മ. എന്റെ വിധി എന്നും പറഞ്ഞ് തലയിൽ കൈകൊണ്ട് അടിക്കുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് ആ രാത്രി തന്നെ അമ്പലമുറ്റമാണ്. അവിടെ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ശാലിനി പറയുകയാണ്, എന്റെ ദേവി, നടന്നു തളർന്നിട്ടാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത്. ഏറെ പോകാൻ ഒരിടം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് വിധി എന്നെ ഈ പഞ്ചാഗ്നി മധ്യത്തിലേക്ക് തള്ളിവിട്ടത്? എനിക്കത് മനസ്സിലാകുന്നില്ല. എന്റെ ജീവന്റെ ജീവനായ അമ്മയ്ക്കെന്നോട് വെറുപ്പാണ്. ജീവിതത്തിൽ ഒരിക്കലും എന്നെ നുള്ളി പോലും നോവിക്കാതിരുന്ന അമ്മ എന്നെ അടിച്ചു. എന്നെ തലയിലേറ്റി വെച്ചതിന്റെ ശിക്ഷ അമ്മയ്ക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ഇത് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതിന്റെ വിപരീതമാണ് നടന്നിരിക്കുന്നത്. തുണയ്ക്ക് നീ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ നീയും എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ ദേവി. മനുഷ്യനെ കണ്ണടച്ച് വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതുമൂലം ശാരികേച്ചിയുടെ വിവാഹം മുടങ്ങാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ രാജീവ് സാറിന്റെയും ശാരികേച്ചിയുടെയും വിവാഹം നടക്കണമെങ്കിൽ ആദ്യം എന്റെ വിവാഹം നടക്കണമെന്നാണ് അവർ പറയുന്നത്. വിവാഹം കഴിച്ച് ഒതുങ്ങിക്കൂടിയാൽ എല്ലാം തകരും. എനിക്ക് ഓർമ്മ വന്ന നാൾ മുതൽ ഞാൻ കണ്ട സ്വപ്നം
സിവിൽ സർവീസ്, അതിലേക്ക് പിന്നെ ഞാൻ എങ്ങനെ എത്തും ദേവി? ഇരുട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ശാലിനി. അമ്പലമുറ്റത്ത് തന്നെ ഇരുന്ന് ശാരദാമ്മ തന്നെ വഴക്കു പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ശാലിനി. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടും ആ അമ്പലനടയിൽ തന്നെ ഇരിക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനി പ്രസാദം വാങ്ങുവാനായി വന്ന രണ്ടുപേരോട് തിരുമേനി സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. മകളുടെ വിവാഹം മുടങ്ങിയതിന് എന്തു പ്രതിവിധി വേണമെന്നാണ് അവർ ചോദിക്കുന്നത്. പ്രാർത്ഥന മാത്രമാണ് വേണ്ടതെന്ന് തിരുമേനി പറയുന്നു. എന്നും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തിരുമേനി, പക്ഷെ ഒന്നിനും ഫലം കാണുന്നില്ല. തിരുമേനി പറയുകയാണ്, പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകളിൽ മുഴുകുമ്പോൾ ശാരീരികമായ അർപ്പണം ഉണ്ടാകാറില്ല. മനസ്സും ശരീരവും ഒരുപോലെ പൂർണ്ണമായി അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയുണ്ട്. അതാണ് ശയന പ്രദക്ഷിണം. അതൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ കൂടെ വന്നയാൾ ചോദിക്കുകയാണ്, അവൾക്ക് തീരെ സുഖമില്ലാതിരിക്കുകയാണ്, അവൾ തന്നെ ശയനപ്രദക്ഷിണം ചെയ്യണമെന്നുണ്ടോ തിരുമേനി? തിരുമേനി പറയുകയാണ്, ആര് ചെയ്യുന്നു എന്നതിലുള്ള പ്രാർത്ഥനയ്ക്കാണ് ദൈവം ഉത്തരം നൽകുന്നത്. മക്കൾക്ക് വേണ്ടി അമ്മയ്ക്കോ സഹോദരിക്കോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് ശാലിനി. ഏകാഗ്രമായി ശയനപ്രദക്ഷിണം ചെയ്തോളൂ എന്ന് പറയുകയാണ് തിരുമേനി അവരോട്. അതിനുശേഷം ശാലിനി അമ്പലക്കുളത്തിൽ കുളിച്ച ശേഷം ശയനപ്രദക്ഷിണത്തിനായി എത്തുകയാണ്. ശയനപ്രദക്ഷിണം കഴിഞ്ഞ് ദേവിയുടെ മുന്നിൽ വന്ന് നിറകണ്ണുകളോടുകൂടി തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ശാലിനി. ശാലിനി പ്രാർത്ഥിക്കുകയാണ്, ദേവി, ഞാൻ കാരണം മുടങ്ങിപ്പോയ ശാരികേച്ചിയുടെ വിവാഹം നടക്കണം. രാജീവ് സാറുമായിട്ട് തന്നെ, അതാണ് എന്റെ പ്രാർത്ഥന, നടത്തി തരണേ. അതേസമയം വീട്ടിൽ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ് ശാരദാമ്മ. ആരെയൊക്കെ ഫോൺ വിളിച്ച ശേഷം ശാരിക പറയുകയാണ്, വിളിച്ചു ചോദിക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ലമ്മേ. നമുക്ക് പരിചയമുള്ളവരെ മാത്രമല്ല, അവളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെയും വിളിച്ചു. ആർക്കും ഒരറിവുമില്ല ശാലിനിയെ കുറിച്ച്. അമ്മ പറയുകയാണ്, കുഞ്ഞേച്ചി പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ രാവിലെ മുതൽ അന്വേഷിക്കുകയല്ലേ. കുഞ്ഞേച്ചി പോകുമ്പോൾ ആ ഫോണെങ്കിലും എടുത്തു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പേടിക്കണ്ടായിരുന്നു. ശാരിക ചോദിക്കുകയാണ്, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ അമ്മേ? ശാരദാമ്മ പറയുകയാണ്, ആലോചിച്ചതാണ്, പക്ഷേ രഞ്ജിനി മോള് എന്തോ ട്രെയിനിങ്ങിനായിട്ട് പൂനെയിലേക്ക് പോയിരിക്കുകയാണ്. കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിനാണെങ്കിൽ ഡൽഹിയിലും. പിന്നെ പരാതിയുമായിട്ട് കയറി ചെല്ലേണ്ടത് നമ്മുടെ ടൗൺ സ്റ്റേഷനിലേക്കാണ്. ഇവിടത്തെ SI അറിയാമല്ലോ, ഒരു തെറ്റും ചെയ്യാതെ ശാലിനിയെ പിടിച്ച് ജയിലിലിട്ട ആളാണ് അയാൾ. ജയിലിരിപ്പ് അതായതുകൊണ്ട് അയാൾക്ക് ഏതോ കേസിൽ സസ്പെൻഷനും കിട്ടി. അത് കഴിഞ്ഞ് അയാൾ ഇപ്പോൾ സർവീസിലേക്ക് തിരികെ കയറിയിട്ടുണ്ട്. പക്ഷേ ശാലിനിയുടെ പരാതിയിലാണ് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നതെന്നാണ് അയാളുടെ സംശയം. അങ്ങനെയുള്ള അയാളുടെ അടുത്തേക്ക് ശാലിനിയെ കാണാനില്ല എന്നും പറഞ്ഞ് പരാതിയുമായിട്ട് ചെന്നാൽ പ്രയോജനം? കുറെ പരിഹാസവും പഴിയും കേൾക്കാം, അത്ര തന്നെ. അതേസമയം ശാരദാമ്മയിലെ വീട്ടിലേക്ക് വരികയാണ് വിഷ്ണു. ഉമ്മറത്തേക്ക് കയറിയ വിഷ്ണു ശാലിനി ശാലിനി എന്ന് വിളിക്കുന്നു. വിഷ്ണുവിന്റെ ആ ശബ്ദം കേട്ട് പുറത്തേക്ക് ദേഷ്യത്തോടു കൂടി വരികയാണ് ശാരദാമ്മ, കൂടെ ശാരികയും ശ്യാമയും. ദേഷ്യത്തോടു കൂടി ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ നിനക്ക് വേണ്ടത്? അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്. ശാരദാമ്മയെന്ന് സങ്കടത്തോടു കൂടി വിഷ്ണു വിളിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, പറഞ്ഞത് കേട്ടില്ലേ, പുറത്തിറങ്ങി നിൽക്കാൻ. അത് കേൾക്കാതെ വിഷ്ണു നിൽക്കുമ്പോൾ ദേഷ്യപ്പെട്ട് വീണ്ടും ശാരദാമ്മ പറയുകയാണ്, ഇറങ്ങടാ പുറത്ത്. അത് കേട്ട് പതിയെ പിന്നോട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വിഷ്ണു. ശാരദാമ്മ പറയുകയാണ്, ഒരച്ഛൻ ഉപേക്ഷിച്ചു പോയ 2 പെൺമക്കളും കൂടി ഇവിടെ ബാക്കിയായിട്ടുണ്ട്. അവരുടെ മാനം നീ തുലച്ചു. ഞങ്ങളുടെയൊക്കെ ഉടലിലുള്ള മജ്ജയും മാംസവും ചോരയും കൂടി നിനക്ക് പിടിച്ച് വെളിയിലേക്ക് ഇടണോ? അതിനാണോ നീ ഇവിടേക്ക് വീണ്ടും കയറി വന്നിരിക്കുന്നത്? കണ്ണുകളോടുകൂടി വിഷ്ണു യാചിക്കുകയാണ്, ശാരദാമ്മേ പ്ലീസ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം പ്ലീസ് എന്ന് വിഷ്ണു പറയുമ്പോൾ ശാരദാമ്മ കൈതടുത്ത് പറയുകയാണ്, വേണ്ട, നിനക്ക് പറയാനുള്ളത് മുഴുവൻ നീ പറഞ്ഞു തീർത്തതാണ്. അതും നാട്ടുകാർക്ക് മുഴുവൻ മുന്നിൽ വച്ച്. ഇനി ഞങ്ങൾക്ക് ഒന്നും കേൾക്കാനില്ല, ഒന്നും. വിഷ്ണുവിനെ തൊഴുത് ശാരദാമ്മ പറയുകയാണ്, ദയവ് ചെയ്ത് നീ ഒന്ന് പോയി തന്നാൽ മതി. ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്, അത് താങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ്. വീണ്ടും കരഞ്ഞ് ശാരദാമ്മയെന്ന് വിഷ്ണു വിളിക്കുമ്പോൾ തിരിഞ്ഞ് അകത്തേക്ക് കയറുകയാണ് ശാരദാമ്മ. എന്താന്ന് ശാരികയോടും ശ്യാമയോടും ശാരദാമ്മ ചോദിക്കുമ്പോൾ അകത്തേക്ക് കയറുകയാണ് അവർ. 3 പേരും അകത്തേക്ക് കയറിയ ശേഷം ശാരദാമ്മ വിഷ്ണുവിന് മുൻപിൽ വാതിലടയ്ക്കുകയാണ്. കരഞ്ഞുകൊണ്ട് തന്നെ വിഷ്ണു വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് ബൈക്കിലെത്തുകയാണ് രാജീവ്. രാജീവിനെ കണ്ട് തലകുനിച്ച് നിൽക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.